പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, വിശുദ്ധ വാരത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. ഈ ദിവസങ്ങളിലുള്ള വചനങ്ങളിൽ കർത്താവേ, ഒരു കുരിശ് കിട്ടിയാൽ അതിൻ്റെ കൂടെ കർത്താവിനെ കൂടി കിട്ടുമെന്ന് ആ ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് ഞങ്ങൾക്ക് വെളിപാട് തന്നു. ഞങ്ങൾക്ക് നിലവിലുള്ള കുരിശിൻ്റെ കൂടെ എല്ലാം കർത്താവിനെ കൂടി കിട്ടാൻ വേണ്ടി ഞങ്ങളത് കർത്താവിൻ്റെ നാമത്തിലാക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കള് ജീവിതത്തിൻ്റെ ഓരോരോ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ അവരവിടെ അനുഭവിക്കുന്ന പ്രത്യേക സങ്കടങ്ങൾ, പ്രത്യേക വിഷമതകൾ, പ്രത്യേക തടസ്സങ്ങൾ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഈ നിമിഷം വിട്ടുമാറണമെന്ന് കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. വിവാഹം തടസ്സമുള്ളവരെ, മരുന്ന് ഭരിക്കാത്തവരെ, മരുന്ന് കിട്ടാത്തവരെ, കർത്താവ് ഈ ആശീർവാദ ശക്തിയാൽ അങ്ങയുടെ മക്കൾ അങ്ങ് സുഖപ്പെടുത്തുമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, കാൽവരിയിലെ മാതാവേ, എല്ലാ മക്കൾക്കും സഹനത്തിൻ്റെ അമ്മയെപ്പോലെ ശക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥ നടന്നിട്ടുള്ള 10,000 ആരാധന ശക്തിയാൽ ആരാധന കൂടുന്നവരെല്ലാം കൂടുമ്പോഴെല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയട്ടെ. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധികൾ, രോഗങ്ങൾ, പീഡകൾ, ആശങ്കകൾ, ഉത്കണ്ഠകൾ യേശുക്രിസ്തു നാം നീങ്ങിപ്പോട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും നീക്കുവാമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവർ, നമ്മൾ സത്യവചനം എന്നാ പറയുന്നത്. എന്താ? ദൈവം സത്യമായതുകൊണ്ട് സത്യമായ ദൈവത്തിൽ നിന്ന് വരുന്ന വചനം സത്യവചനമാണ്. പക്ഷെ ദൈവത്തിൻ്റെ വചനം സത്യമാണെങ്കിലും നമ്മൾ അത് നുണയായിട്ട് സ്വീകരിച്ച നമുക്കത് സത്യം ഫീൽ ചെയ്യത്തില്ല. അപ്പം നിങ്ങൾ പറയും, നിങ്ങൾ ചോദിക്കും, ഇതെന്താ അച്ഛൻ ഇങ്ങനെ പറയണമെന്ന് ചോദിക്കും. അങ്ങനെയല്ല, ഇത് ശരിയാണ്. ദൈവത്തിൽ നിന്ന് വരണത് സത്യവചനമാണ് വരണത്. സത്യമായ ദൈവത്തിൽ സത്യവചനം വരും. പക്ഷെ നമ്മളത് നുണയായിട്ട് സ്വീകരിച്ചാൽ നമ്മൾക്കത് ഫീൽ ചെയ്യത്തില്ല, ആ സത്യം ഫീൽ ചെയ്യത്തില്ല. അങ്ങനെ നുണയെ സ്വീകരിച്ച ആൾക്കാരുണ്ട് ബൈബിളിൽ. അതിൽ ഒന്നാമത്തെ ആൾ സാറയാണ്. അവരതൊരു തമാശയായിട്ട് കോമഡിയായിട്ട് എടുത്തത്, അതുകൊണ്ടാണ് അവർ ചിരിച്ചത്. എനിക്ക് സാറയുടെ ചിരിയുണ്ടല്ലോ, സാറ ചിരിക്കുന്നു. നമ്മുടെ അണുബോംബിൻ്റെ പേരെന്തായിരുന്നു ആദ്യം ഉണ്ടാക്കിയ? ബുദ്ധൻ ചിരിക്കുന്നു. അതുപോലെ എൻ്റെ മനസ്സിൽ സാറ ഒരു അണുബോംബായിരിക്കും മിക്കവാറും. അത് അവർ കർത്താവിൻ്റെ വചനം കേട്ടപ്പോൾ ചിരിച്ചു. പക്ഷെ എബ്രഹാം ചിരിച്ചില്ല. സാറ വിശ്വാസിയുടെ മാതാവാകേണ്ട ആളായിരുന്നു, പക്ഷെ പോയി. രണ്ടുപേരോട് ഒരേ സമയത്താണ് കർത്താവ് വചനം പറഞ്ഞത്. ഒരാൾ മാത്രം വിശ്വാസിയുടെ പിതാവായി, മറ്റാൾ ചിരിച്ചില്ലെന്ന് പിന്നെയും നുണ പറഞ്ഞു. അപ്പോഴും കർത്താവ് പറഞ്ഞു, നുണയാണ് പറഞ്ഞത്, നീ ചിരിച്ചെന്ന് പറഞ്ഞു. ഏറ്റവും വലിയ ഒരു ദൈവാനുഗ്രഹം വചനത്തെ, എല്ലാ വചനങ്ങളെയും ഞാൻ പണ്ടേ പത്തിപ്പറമ്പിൽ അച്ഛനെന്നും പറഞ്ഞൊരു അച്ഛനാണ് എന്നെ ബൈബിൾ പഠിപ്പിച്ചത്. എന്നെ അല്ല, ഞങ്ങളുടെ ബാച്ചിനാണ്. അപ്പോൾ അദ്ദേഹം ഇൻസ്പിറേഷൻ പഠിപ്പിക്കും, ബൈബിളിൻ്റെ വെളിപാടിനെക്കുറിച്ച് പഠിപ്പിക്കും. അപ്പോൾ അദ്ദേഹം പറയും, എവരി വേർഡ് ഈസ് ഇൻസ്പയർഡ് എന്ന് പറയും, റെവലേഷൻ ആണെന്ന് പറയും. എല്ലാ വചനത്തെ ബൈബിളിലെ എല്ലാ വാക്കും. അപ്പോഴും ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പറയും, എവരി കുത്തും കോമായും റെവലേഷൻ ആണെന്ന് പറയും. ഇപ്പം എൻ്റെ കൂടെ അണ്ണന്മാരുടെ ചിരിക്കും. സത്യപ്രപഞ്ചത്തിനൊക്കെ ചിരിക്കണ കൂടുതലല്ല, പുള്ളികൾ നോക്കുകയുള്ളു. പക്ഷെ പിന്നീട് എൻ്റെ മനസ്സിൽ ഞാൻ ആശയം മാറ്റിയിട്ടില്ല. കർത്താവിൻ്റെ വചനത്തിലെ കുത്തും കോമായൊക്കെ പിന്നെ ചേർത്താണ്. അതിൻ്റെ ചില കുത്തും കോമായൊക്കെ പിന്നീട് ചേർത്താണ്. വചനം പാരഗ്രാഫ് തിരിച്ചപ്പോഴൊക്കെ ചേർത്തിട്ടുണ്ട്. R.S. സ്റ്റീഫനൊക്കെ 15-15 നൂറ്റാണ്ടിലൊക്കെ ചേർത്തിട്ടുണ്ട്. നമ്പരൊക്കെ വൈദ്യനൊക്കെ നമുക്ക് വായിക്കേണ്ട സുഖത്തിന് വേണ്ടി നമ്പറിട്ട് തന്നില്ലേ? അപ്പോഴും ആ വചനത്തെ തൊട്ടപ്പോഴെല്ലാം എപ്പോഴും നമ്മൾ ചിലപ്പോൾ മനുഷ്യൻ്റെ കക്രിയ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂനത ഉണ്ടെങ്കിലും വെൻ വി ബിലീവ് ഇൻ ഇറ്റ് നമുക്കത് അനുഭവവേദ്യമാകും. അതാണ് എൻ്റെ വചനത്തിൻ്റെ. അതുകൊണ്ട് എപ്പോഴും ഈ ബിലീവ് ചെയ്യാനുള്ള ഒരു കഴിവെന്ന് പറയണത് ദൈവം നമ്മുടെ ഒരു സഹകരണത്തോടു കൂടി ദൈവം ഓരോരുത്തർക്കും നൽകേണ്ട പ്രത്യേക ദാനമാണെന്നുള്ളതാണ് ശരിക്കും ഇവർ പത്രോസ് ബിലീവ് ചെയ്യുന്നതിൽ ഇത്തിരി ഒരു പിന്നാക്കം നിന്നായിരുന്നു. കാര്യം മനസ്സിലാകാഞ്ഞ കൊണ്ടാണ്. കർത്താവ് പത്രോസ് പറഞ്ഞില്ലേ, നമ്മുടെ ജെറുസലേമിലേക്ക് പോവുകയാണ്, മനുഷ്യപുത്രൻ ശത്രുക്കങ്ങ് ഏൽപ്പിക്കപ്പെടും, അവർ അവനെ പീഡിപ്പിക്കും, വധിക്കും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും.
പക്ഷെ വധിക്കുമെന്നുള്ള കാര്യം വരെ പത്രോസ് കേട്ടുള്ളൂ. ഉയർത്തുനിൽക്കുന്നത് പുള്ളിയത്തെ ശ്രദ്ധിച്ചില്ല. പുള്ളി കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഈ ജൂഡാസൊക്കെ ഇപ്പം തന്നെ ഇതിൻ്റെ അകത്ത് പ്രശ്നങ്ങളോട് തൊഴുത്തി കുത്തി കൊണ്ടടക്കുകയാണ്. നീ വധിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂദാസ് വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഈ ആൾക്കാരെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. പറഞ്ഞത് പറഞ്ഞു, ഇനി പറയരുതെന്ന് പറയും. അപ്പം പത്രോസ് ആത്മാർത്ഥം കൊണ്ട് പറഞ്ഞ കേട്ടോ. കർത്താവ് പറഞ്ഞു, സൈറ്റൻ, പണ്ട് ഇതുപോലെ നീ വന്നിരുന്നു, അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇന്ന് നീ പത്രോസിനെ കടമെടുത്ത് പത്രോസിൻ്റെ കൂടെ ആണ് നീ എന്നെ സമീപിക്കണത്. ഈ ഗോ ബിഹൈൻഡ് എന്ന് പറയും, നീ പുറകെ പോകാൻ പറയും. അങ്ങനെ പത്രോസിന് ഭയങ്കര ചമ്മലായി. പത്രോസിനെ കർത്താവിനെ ആട്ടി ഓടിച്ചില്ലേ, സാത്താനെ ആട്ടി ഓടിച്ചപോലെ. പക്ഷെ എന്നാലും പത്രോസ് ഇത് വിശ്വസിക്കണമെന്നുള്ളത് പിതാവിന് ഭയങ്കര ഒരു സീരിയസ് വിഷയമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ദൈവം തൽക്കാലത്തേക്ക് പത്രോസിനെ ശാസിച്ചെങ്കിലും താബോർ മലയിൽ അടിവാരത്തിൽ ചെന്നപ്പോൾ അപ്പ പറഞ്ഞു, പത്രോസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. ഉടനെ അപ്പോഴ് ഈശോ മറ്റുള്ള 9 പേരോട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് നേരം ഇവിടെ നിൽക്കുക കേട്ടോ. പത്രോസിനെ വിളിച്ചു, പത്രോസ് കൂടെ വരാൻ പറഞ്ഞു. പിന്നെ പത്രോസ് അങ്ങനെ ബാക്കി യോഹന്നാനെയും യാക്കോബിനെയും കൂടി കൂട്ടി. അവർ 3 കൂടി പോയി. മലയുടെ ഉച്ചയെത്തിയപ്പോൾ കർത്താവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുന്നതോടുകൂടി ഇവൻ്റെ ഭാവം അങ്ങ് മാറി, ഇവൻ സൂര്യനായി മാറി. പത്രോസ് വിസ്മയിച്ചു പോയി. ആ സൂര്യനിൽ അവൻ യേശുവിനെ മാത്രമല്ല, ഏലിയാനെ കണ്ടു, മരിച്ചുപോയ മോസസിനെ കണ്ടു. അപ്പോൾ പിതാവ് പത്രോസിനോട് പറഞ്ഞു, യാക്കോബിനോട് പറഞ്ഞു, യോഹന്നാനോട് പറഞ്ഞു, താബോർ മലയിൽ ഇവനെ ജ്ഞാനസ്നാനപ്പെടുത്തി വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞത് ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്ന് പറഞ്ഞു. മർക്കോസ് 9:7. അപ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഒരു സ്വരം പുറപ്പെട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. പക്ഷെ നിങ്ങൾ അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കാനോ അവനെ വിശ്വസിക്കാനോ നിങ്ങൾ തയ്യാറായില്ല. ഇപ്പം നിങ്ങളോട് പറയുന്നു, അവനെ നിങ്ങൾ ശ്രവിക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച്. കാരണം തിരുവുത്ഥാനത്തെക്കുറിച്ച് അപ്പായാണ്, ആ തിരുവുത്ഥാനമാണ് ശരിക്കും താബോറിൻ്റെ പ്രധാന പ്രമേയം. ഇവരെ ശ്രവിക്കാൻ പറയണത് തിരുവുത്ഥാനത്തെ സംശയിച്ചിരുന്നതുകൊണ്ടാണ് 10 ദിവസം നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയണത്. അതിൻ്റെ മെയിൻ കാരണങ്ങൾ. അപ്പം തിരുവുത്ഥാനം ഇപ്പോഴും വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഉയർപ്പിനെക്കുറിച്ച് ഇപ്പം പറയണതെല്ലാം ശ്രദ്ധിക്കണം എന്ന ഒരർത്ഥം കൂടി അതിനകത്തുണ്ട്. നമ്മൾ ഉയർപ്പിലേക്ക് പോകുമ്പോൾ അത് വിശ്വസിക്കണമെങ്കിൽ ഈ ചെവിയുടെ അകത്ത് വേറൊരു ചെവി വേണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയും. ആ ചെവി എന്ന് പറയുന്നത് അനോയിൻറ്റിങ് ഇയറാണ്. നമ്മൾ കാണുന്ന പോലെ സാധാരണ കേൾക്കുന്ന സ്വരമല്ല അത്. അതിൻ്റെ അപ്പുറത്ത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, നെഗറ്റീവ് കാലങ്ങളിലെ നമ്മൾക്ക് വചനത്തിൻ്റെ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ അനുഗ്രഹം പോരാ, അനോയിൻറ്റിങ് വേണം, അഭിഷേകം വേണം. കാര്യം ഈ അഭിഷേകം എന്നുള്ള വിഷയം ബൈബിൾ അവതരിപ്പിക്കുന്നത് എന്താണ്? നെഗറ്റീവ് പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്നത്, നിങ്ങൾ സർപ്പങ്ങളെ പിടിക്കും, അവ നിങ്ങളെ ഉപദ്രവിക്കത്തില്ലെന്ന്. നിങ്ങൾ അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ പൊള്ളിക്കത്തില്ല. നിങ്ങളെ ശബ്ദത്തിലൂടെ നടക്കും, ശബ്ദം മുക്കത്തില്ല. അപ്പോൾ എല്ലാം നെഗറ്റീവ് സാഹചര്യത്തിലൂടെ പോകുമ്പോഴാണ് അതിൻ്റെ ദംശനം ഏക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ മോശം കാലാവസ്ഥയിൽ ജീവിക്കുന്നതിനാണ്. അപ്പം അന്ന് അനുഗ്രഹങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹമില്ലാത്ത കാലമുണ്ട്.
പക്ഷെ അത് അനുഗ്രഹമില്ലാത്ത കാലത്ത് നമുക്ക് വേണ്ടത് അഭിഷേകമാണ് വേണ്ടത്. അപ്പം എപ്പോഴും നമ്മൾ ട്രെയിൻ ചെയ്യണത് ഈ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള നമുക്ക് തരുന്ന കാറ്റഗിസത്തിൻ്റെ കാലങ്ങളിലെല്ലാം ഇതുപോലെ ഒരു അഭിഷേകം നമുക്ക് വേണ്ടി വരും. കാര്യം പലപ്പോഴും പീഡാനുഭവത്തിൻ്റെ കൂടെയാണ് പുനരുത്ഥാനത്തിൻ്റെ സിലബസ് വരണത്. ബൈബിളിലും അങ്ങനെയാണ്, അതിൻ്റെ അകത്ത് തെറ്റിയിട്ടില്ല. എപ്പോഴും ഇപ്പോൾ ഓർക്കണം, ക്ലേശകാലങ്ങളിൽ നമ്മൾ ഓർക്കേണ്ടത് വിറപ്പിനെക്കുറിച്ചാണ്, ക്ലേശത്തെക്കുറിച്ചല്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. എനിക്ക് 2022 സെപ്റ്റംബർ മാസം ഒരു രോഗമുണ്ടായി. അത് CSF ലീക്കിംഗ് എന്നാണ്. അതായത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ നിന്ന് ഫ്ലൂയിഡ് മൂക്കിൽ കൂടി വരിക. ഒരു മൂക്കിൽ കൂടി വരികയായിരുന്നു. ഞാനിത് കണ്ടു കഴിഞ്ഞ് 2 ആഴ്ച ആയപ്പോൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ ചെക്കപ്പ് ചെയ്തപ്പോൾ ആദ്യമൊന്നും മനസ്സിലായില്ല. പിന്നെ CT സ്കാൻ ചെയ്തു, അതിലും മനസ്സിലായില്ല. CT സ്കാൻ ചെയ്തിട്ട് ഞാനിവിടെ വന്നു. എങ്ങനെയാണ്, എത്ര നാളായി, എങ്ങനെ വന്നുകൊണ്ടിരുന്നു, അതുമൂലമുണ്ടായിരുന്ന അസ്വസ്ഥതകൾ എന്തെല്ലാമാണ്? എനിക്കത് വരുമ്പോൾ ഭയങ്കര തലവേദനയാണ്. തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല നെറ്റി പൊട്ടി പൊളിഞ്ഞു പോകും. അതുപോലെ തന്നെ തലയുടെ പുറകുഭാഗം ഭയങ്കര വേദന, നമുക്ക് തൊടാൻ പറ്റില്ല തല, അതുപോലെ വേദനയായിരിക്കും. ആ വേദന എടുത്തു കഴിഞ്ഞ് കുറേ നേരത്തേക്ക് കണ്ണീന്ന് തന്നെ, വേദന കൊണ്ട് കണ്ണീന്ന് തന്നെ വെള്ളം വരും, അതുപോലെ വേദനയാണ്. പിന്നെ ഹസ്ബൻഡും മോളും മെല്ലെ മെല്ലെ ഒന്ന് തൊട്ടാണ് അതൊന്ന്, എന്നാലും വേദന വിടില്ല. കുറേ നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ വേദനയൊന്ന് വിടും. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ അത് നമ്മൾ കിടക്കുമ്പോൾ വീണ്ടും വരും. കിടക്കുക എന്നല്ല, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും ഒന്ന് തല കുനിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം വരും വെള്ളം. അത് നമ്മുടെ തെളിനീര് വെള്ളമാണ് വരിക. പക്ഷേ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് CT സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് ഒന്നും കണ്ടില്ല. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ CT സ്കാൻ്റെ അതിന് റിസൾട്ട് അറിയാൻ ഞാൻ പോയപ്പോൾ അതിനകത്തൊന്നും കാണല്ലേ എന്ന് പ്രാർത്ഥിച്ച് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയത്. പക്ഷേ അതിലൊന്നും കണ്ടില്ല. ഡോക്ടർ പിന്നെ പറഞ്ഞു CT സ്റ്റിനോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു. CT സ്റ്റിനോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടെല്ലി കൂടെ മരുന്ന് കുത്തിയിട്ടാണ് ചെയ്യണത്. നട്ടെല്ലി കൂടെ മരുന്ന് കുത്തുക എന്ന് പറഞ്ഞാൽ ഒരു കുത്തൊന്നുമല്ല, 5-6 കുത്തു കിട്ടി. 5-6 കുത്ത്, ഓരോ കുത്തും കുത്തുക, ബ്ലഡ് വരിക, ഇതന്നെയായിരുന്നു. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് മാതാവേ എന്ന് മാത്രം ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചത്. മാതാവേ, ഒരു തുള്ളി മരുന്ന് എൻ്റെ തലയിൽ കയറരുത്, അത് തലയിൽ കയറിയാൽ മാത്രമേ അവർക്ക് സ്പോട്ട് അറിയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അത് കയറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മരണം വരെ സംഭവിക്കാമെന്ന് ഡോക്ടർ എഴുതി ഒപ്പിട്ട് വാങ്ങിയിട്ടാണ് ചെയ്യണത്. അത് ഒരു തുള്ളി പോലും, 6 കുത്തി തന്നെ ഒരു തുള്ളി പോലും മരുന്ന് എൻ്റെ തലയിൽ കയറിച്ചില്ല മാതാവ്. പിന്നെ അവിടെ നിന്ന് ഞാൻ വേദന കൊണ്ട് നടന്നു പോയ ആൾ സ്ട്രെച്ചറിൽ കിടന്നു വന്നു. എത്ര ഹോസ്പിറ്റലുകളിൽ പോയി? എങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മറ്റ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്? ഞാൻ ആദ്യം പോയത് മെഡിക്കൽ കോളേജിലാണ്. അവിടെ തന്നെയാണ് ഈ ഡോക്ടറൊക്കെ കാണുന്നത്. അത് കഴിഞ്ഞ് MRI ചെയ്തപ്പോഴും പിറ്റേ ദിവസം MRI ചെയ്യണമെന്ന് പറഞ്ഞു. MRI ചെയ്തു. അപ്പോൾ അതിൽ പറഞ്ഞു തലച്ചോറിനെ കവർ ചെയ്യുന്ന പാടയ്ക്ക് ചെറിയൊരു ഹോളുണ്ട്, അതിൽ നിന്നാണ് ഈ ഫ്ലൂയിഡ് മൂക്കിൽ കൂടെ ഒഴുകുന്നത്. അവിടെ നിന്ന് ആ ഡോക്ടറെ കണ്ടു ഞങ്ങൾ തിരിച്ചു വന്നു. പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്തു. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് കാണാൻ ചെല്ലണമെന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. 2 ദിവസം കഴിഞ്ഞു. ആ ഡോക്ടറെ തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു തല തുറന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. തല തുറന്ന് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് മണം പോകും, ടേസ്റ്റ് പോകും, എനിക്ക് എന്ത് വേണമെങ്കിലും സൈഡ് എഫക്റ്റ് വരാം, എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കോ എന്ത് വേണമെങ്കിൽ, ഞാൻ ചിലപ്പോൾ കിടപ്പിലായെന്ന് വരാം. പക്ഷെ ഞാൻ അപ്പോഴും എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ തലയിൽ കത്തി തൊടാൻ അനുവദിക്കരുതേ മാതാവേന്ന്. അതുപോലെ തന്നെ മാതാവ് കത്തി തൊടാതെ തന്നെ അമ്മ. പിറ്റേ ദിവസം ഞാൻ എന്നിട്ട് വീണ്ടും ഡോക്ടറെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ വന്നു. പിന്നെ ഞങ്ങൾ വേറൊരു ഡോക്ടറെ കണ്ടു. ആ ഡോക്ടറും ഇതേ തന്നെ പറഞ്ഞത്, തല തുറന്നേ ഓപ്പറേഷൻ ചെയ്യാവുള്ളൂ.
എന്നിട്ടും വീണ്ടും ഞങ്ങൾ പോയി കണ്ടു. അങ്ങനെ 5 ഡോക്ടർമാരെ കണ്ടു. വീടുകളിൽ കയറി ഡോക്ടറെ കണ്ട് 6ാമത്തെ ഡോക്ടറെ കണ്ടപ്പോൾ 6ാമത്തെ ഡോക്ടർ കാണിച്ചത് തന്നെ മാതാവാണ്. എൻ്റെ നാത്തു മുഖാന്തരമാണ് ആ ഡോക്ടറെ കാണാൻ പറഞ്ഞത്. ആ ഡോക്ടറെ കാണാൻ പോയി. ഉടമ്പടി എടുത്ത ശേഷമാണ് ഇതെല്ലാം. ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് തല തുറന്ന് ചെയ്യണ്ട, മൂക്കിൽ കൂടി ചെയ്യാവുന്ന ഒരു സർജറി ഉണ്ട്. മൂക്കിൽ കൂടി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ പറഞ്ഞു. കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കിൽ കൂടി ചെയ്യുന്ന കാരണമാണ് സമയം എടുക്കുമെന്ന് പറഞ്ഞത്. ശരി, പക്ഷെ അതിനും ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. പ്രൈവറ്റായിട്ട് ചെയ്യുന്നതിന്, തല തുറന്ന് ചെയ്യണതിന് 5-6 ലക്ഷം രൂപ വരും. പക്ഷെ മൂക്കിക്കൂടി ചെയ്യുന്നതിന് ഞങ്ങളോട് പറഞ്ഞത് 30,000 രൂപ, ഓപ്പറേഷൻ്റെ മാത്രം 30,000 രൂപ. പക്ഷേ 500 രൂപ ഞങ്ങളുടെ കയ്യിൽ എടുക്കാനില്ല. എന്നിട്ട് ഞങ്ങൾ ഓപ്പറേഷന് എന്ത് ചെയ്യണമെന്നറിയാതെ ഹോസ്പിറ്റലിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ നാത്തൂനും കസിൻ സിസ്റ്റേഴ്സ് എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഡേറ്റ് എടുത്തോ, ഞങ്ങളുണ്ട് കൂടെ. മാതാവ് അവിടെ പ്രവർത്തിച്ചു. ഞങ്ങൾ പിന്നെ ഞങ്ങൾക്കൊന്നും തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. പിറ്റേ ആഴ്ച അഡ്മിറ്റായി. നവംബർ 28-ാം തീയതി എൻ്റെ ഓപ്പറേഷൻ നടന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ ഞാൻ കിടന്നപ്പോൾ എൻ്റെ അമ്മേനെ ഞാൻ കണ്ടു. എൻ്റെ അമ്മ മാതാവിനെ എനിക്ക് കാണിച്ചു തന്നു. ഞാൻ നിൻ്റെ കൂടെയുണ്ട് മകളെ, നീ ഭയപ്പെടേണ്ട ഒന്നിനെക്കുറിച്ചും. കുറച്ച് പേടിയോടുകൂടിയാണ് ഞാൻ ഓപ്പറേഷന് പോയത്. ഏതാണെന്ന് അറിയില്ല. പക്ഷേ ആരോടും ഞാൻ പറഞ്ഞില്ല. അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് പേടിയുണ്ട് പറഞ്ഞു. മാതാവ് എന്നോട് പറഞ്ഞു, നീ പേടിക്കണ്ട മകളെ, നീ ധൈര്യമായി പൊക്കോ, നിൻ്റെ കൂടെ ഞാനുണ്ട്. ഞാൻ അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ ബോധമില്ലാതെ കിടക്കുമ്പോൾ ഞാൻ ഉള്ളിൽ എൻ്റെ മാതാവിനെ ഞാൻ കാണുന്നുണ്ട്. 2 തിരിയും കത്തിച്ച് മാതാവ് എന്നെ കൂടെ നിന്ന്, ആ ഡോക്ടർ കൂടെ നിന്ന് സർജറി ചെയ്ത് വിജയിപ്പിച്ച് തന്നു. സർജറി കഴിഞ്ഞു. അന്ന് മുതൽ എനിക്ക് തലയിലത്തെ വേദനയൊക്കെ വിട്ടു. പക്ഷേ ഞാൻ പിറ്റേ ദിവസം തന്നെ ICU മാറ്റി. ICUയിൽ വെറുതെ കൊണ്ട് കിടത്തി. എനിക്കൊരു കുഴപ്പം എന്ന് വെച്ചാൽ ഞാൻ നോർമലായി. ICU മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ഓരോരുത്തരും എനിക്ക് വേണ്ടിയിട്ട് മാതാവ് ഓരോരുത്തരെ നിയോഗിച്ചിരിക്കുകയായിരുന്നു. അവിടെ പൈസയില്ല. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ബില്ലടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പൈസ ഞങ്ങളുടെ കയ്യിൽ എത്തിയിരിക്കും. ഒന്നും പേടിക്കണ്ട. ഇതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ മോള് എനിക്ക് ഉടമ്പടി ഉപ്പ് വെള്ളത്തിലിട്ട് എനിക്ക് തരുമായിരുന്നു, തൈലം തേച്ച് തരുമായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഡോക്ടർ തന്നെ പറഞ്ഞു, ഇത്രയും പെട്ടെന്ന് റിക്കവറായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നിനും സംസാരിക്കാനും എടുക്കാനും പിന്നെ എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എഴുന്നേറ്റ് നടക്കുമ്പോഴാണെങ്കിലും തലകറക്കം വരും, മെല്ലെ നടക്കണം. എനിക്കും ഒരു കുഴപ്പമില്ല. ഞാൻ നടന്നു, ഞാൻ സ്പീഡിൽ നടന്നു. ബാത്റൂമിൽ പോകാനാണെങ്കിലും എല്ലാത്തിനും എനിക്ക് ഒരു കുഴപ്പമില്ല. എല്ലാത്തിനും ഓരോരുത്തരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഹോസ്പിറ്റലിലെ മാതാവ്. ഞാൻ വരുന്നത് വരെ എൻ്റെ അമ്മ ഓരോ മാസം ചെക്കപ്പിന് പോകുമ്പോഴാണെങ്കിലും ഒരു കുഴപ്പമില്ല. ഡോക്ടർ പറയും ഇനിയിപ്പോൾ വരണ്ട, കുഴപ്പമില്ല, 2 മാസം കഴിഞ്ഞ് വന്നാൽ മതി. ഒരു കുഴപ്പവും കൂടാതെ അമ്മ എൻ്റെ ആ ഓപ്പറേഷൻ വിജയിപ്പിച്ച് തന്നു. അമ്മ എൻ്റെ കൂടെ നിന്ന് എനിക്കത് നടത്തി തന്നത്, അതിന് അമ്മയ്ക്ക് 1000 നന്ദി സ്തുതി അർപ്പിക്കുന്നു. രണ്ടാമത് എനിക്ക് 1.5 വയസ്സുള്ളൊരു മോളുണ്ട്. ആ മോൾക്ക് സ്വിച്ചിൽ നിന്ന് ഷോക്കേറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ അവൾ ഒറ്റ കരച്ചിൽ നിന്നുപോയി. പിന്നെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഞാൻ വേഗം ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് വന്ന് മേലെ ആസകലം തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി. 3 പ്രാവശ്യം ചൊല്ലി തീർന്നില്ല. അതിനു മുമ്പ് അവൾ അമ്മേന്ന് വിളിച്ചു. എഴുന്നേറ്റ് മടിയിൽ നിന്ന് ഇറങ്ങി നടന്നു. ഒരു കുഴപ്പമില്ല ഇപ്പോൾ അവൾക്ക്. അടുത്തത് ഹസ്ബൻഡിന് ഡിസംബർ 25-ാം തീയതി ഒരു ആക്സിഡൻ്റ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ആൾ ബൈക്കിന് പോവുകയായിരുന്നു. ബൈക്കും കാറും തമ്മിൽ കൂട്ടിയിടിച്ചതാണ് മണ്ണൂത്തിയിൽ വെച്ചിട്ട്. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും ഇടി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ പോയി എന്ന് പറയുള്ളൂ, അതുപോലുള്ള ഇടിയായിരുന്നു. പക്ഷേ മാതാവ് ഉടമ്പടി എടുത്ത കാരണമാണ് അമ്മ കൂടെ വരുന്നുള്ളത് ഇതിന് തെളിവാണ്. ആൾക്ക് ഒരു കുഴപ്പവും കൂടാതെ കാലിൻ്റെ മുട്ടിനും കൈയുടെ ഇവിടെ മാത്രം തൊലി പോയി, വേറെ ഒരു കുഴപ്പമുണ്ടായില്ല. എല്ലാത്തിനും അമ്മ എൻ്റെ കൂടെ ഉണ്ട്, ഇനി എൻ്റെ കൂടെ ഉണ്ടാകും. അമ്മയ്ക്കും
ഈശോപ്പച്ചനും 1000 നന്ദി സ്തുതി അർപ്പിക്കുന്നു. എൻ്റെ പേര് ഡെൽന ഡിൽജിൻ. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് 15, 2022 ഞാൻ 2 വർഷം മുമ്പ്, അതായത് കൊറോണ കഴിഞ്ഞ സമയം മുതൽ ഞാൻ IELTS പഠിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് UK സ്റ്റുഡൻറ്റ് വിസയിൽ പോയി അവിടെ പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ 2 വർഷമായിട്ട് ഞാൻ IELTS പഠിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഒരു എക്സാം പോലും എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഡേറ്റൊക്കെ എടുക്കാൻ നോക്കും, പക്ഷേ എന്തെങ്കിലും തടസ്സം വന്ന് എല്ലാം അങ്ങ് മുടങ്ങി പോകുമായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് ഓഗസ്റ്റ് 15, 2022 ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും IELTS പഠിക്കാൻ തുടങ്ങി. ഒക്ടോബർ മാസം ഞാൻ ഡേറ്റ് എടുത്തു, എക്സാം എഴുതി കഴിഞ്ഞപ്പം